ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ക്രാബ് റോസ്റ്റ് ആണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 kg ക്രാബ് ക്ലീൻ ചെയ്തത്, മീഡിയം സൈസ് സവാള 2 എണ്ണം, ചെറുതാണേലും 3 എണ്ണം വരെയാകാം, വളരെ തിന്നായി അരിഞ്ഞെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ ആവശ്യമായ പൊടികൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളകും വലിയ ജീരകവും ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അത് ആഡ് ചെയ്യാവുന്നതാണ്. സവാള ആഡ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നന്നായി വഴറ്റിയെടുക്കുക. സവാള സോഫ്റ്റായി പെട്ടെന്ന് കുക്കാകാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തതായി ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും, എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യുക. ഒന്ന് പച്ചമണം മാറുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായി കുക്കായി കിട്ടും. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം പൊടികൾ ഓരോന്നായി ചേർക്കാവുന്നതാണ്. ആദ്യമായി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, എരിവിന് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നാടൻ ഗരം മസാലപ്പൊടി, ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. പച്ചമണം മാറുന്നതുവരെ ഇളക്കുക. നന്നായി മൂത്തതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മസാലയും ഞണ്ടും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായി തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും വലിയ ജീരകവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞണ്ട് നന്നായി കുക്കായി റോസ്റ്റ് രൂപത്തിൽ ആയി വരുമ്പോഴേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ടുന്ന ഗ്രേവിക്ക് അനുസരിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്